അപ്പോൾ മക്കളെ നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം അല്ലയോ? അപ്പോൾ കഥയൊക്കെ കേട്ട് എല്ലാ മക്കളും സൂപ്പറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം അല്ലയോ? അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങൾ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് കൂട്ടുകാരെ പഠിക്കണം. അപ്പോൾ ആ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മഴവില്ല് പോലെ വളഞ്ഞിരിക്കുന്ന റായെ പഠിക്കാം. ആരാ? മഴവില്ല് പോലെ വളഞ്ഞിരിക്കുന്ന റാ. ആരാ? റാ. പിന്നെയോ ഈ റാ എഴുതി അകത്തേക്ക് വരുന്ന രാ. രാ റാ എഴുതി, ടീച്ചർ ഒന്നുകൂടെ പറയുവാണേ, റാ എഴുതി അകത്തേക്ക് വരുന്ന രാ. രാ. പിന്നെയോ രാ എഴുതാൻ നമുക്കിപ്പോൾ പഠിച്ചു ഇല്ലയോ? ഇങ്ങനെയല്ലയോ രാ എഴുതാൻ? അങ്ങനെ രാ എഴുതി രായിലൂടെ വെളിയിലേക്ക് വന്നാൽ ആരാകും? താ. താ. ആരാകും? താ. പിന്നെയോ ചാടി ചാടി ആരാകും? നാ. ചാടി ചാടി നാ. നാ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മഴവില്ല് പോലെ വളഞ്ഞ റാ. റാ എഴുതി അകത്തേക്ക് വരുന്ന രാ. രാ എഴുതി വെളിയിലേക്ക് വരച്ച താ. ചാടി ചാടി വരുന്ന നാ. പിന്നെയോ റായുടെ പകുതിയും 3. നിങ്ങൾക്കെല്ലാം 1 2 3 അറിയാം അല്ലയോ? 1 2 3. 3യും കൂടെ വരുന്ന ദാ. ഓക്കെ, ഒന്നുകൂടെ ടീച്ചർ കാണിക്കാം. റായുടെ പകുതിയും 3യും കണ്ടോ? ഇവർ തമ്മിൽ യോജിച്ച ധ. ധ. അപ്പം നമുക്ക് ആരെയൊക്കെ പഠിച്ചു ഇന്ന്? റാ, രാ, താ, നാ, ധ. മക്കളെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ സ്വരാക്ഷരത്തിലേക്ക് കടന്നാലോ? ഇനി നോക്കാം. ഈ ധായും റായും രായും കൂടെ ചേർന്ന് വരുന്ന ആ. ആദ്യം ആരാ? ആ. ആ. ആരാ? ആ. ആരാ ഇത്? ആ. അപ്പം നോക്കിക്കേ. ആ, അമ്മ. അമ്മ. അല്ലെങ്കിലോ